ഒരു മാസത്തിന് മുകളിലൊക്കെയായി ഒരു വീഡിയോ ചെയ്തിട്ട്. ശാരീരികമായ കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. പുറം വേദന പോലുള്ള കുറച്ച്, കൈവേദന പോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നിർത്തിയിരുന്നോ എന്ന് പലരും പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയച്ചിരുന്നു. ഞാൻ അവരോടൊക്കെ കാര്യം വിശദമാക്കിയിരുന്നു. അപ്പോൾ ഏകദേശം ഭേദമായി. അപ്പോൾ ഇനി വീണ്ടും ക്ലാസ്സുകൾ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നോട് കമൻറ്റുകളിലൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് പുസ്തകങ്ങളാണ് ഇംഗ്ലീഷ് പഠിക്കാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പം ഞാനതിന് മറുപടിയും കൊടുത്തിരുന്നു, ഒരു പുസ്തകമൊന്നുമല്ല, കുറേയേറെ പുസ്തകങ്ങളാണ്. അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന എന്തും, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എന്തും ഞാൻ വായിക്കുകയായിരുന്നു എന്ന് മറുപടിയും കൊടുത്തിരുന്നു. അപ്പോൾ ഒരാൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വിചാരിക്കുകയാണെങ്കിൽ അയാളെ ഏറ്റവും സഹായിക്കുന്നൊരു സാധനമായിരിക്കും ഒരു ഡിക്ഷണറി എന്ന് പറയുന്നത്, നല്ലൊരു ഡിക്ഷണറി. അപ്പോൾ മലയാളത്തിൽ ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഒരു ഡിക്ഷണറിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അബൂട്ടീൻ്റെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി. എൻ്റെ അടുത്ത് ഞാൻ ഉപയോഗിക്കുന്നതിന് ഇംഗ്ലീഷ് മലയാളത്തിലൊരു 3-4 ഡിക്ഷണറി ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇംഗ്ലീഷിൻ്റെ ഡിക്ഷണറി, കേംബ്രിഡ്ജിൻ്റെ, ഓക്സ്ഫോർഡിൻ്റെ പോലെയുള്ള ഡിക്ഷണറികൾ വേറെയുണ്ട്. മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിക്ഷണറി, അല്ലെങ്കിൽ എന്നെ പഠിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഡിക്ഷണറി പറയുന്നത് 2015 ഫസ്റ്റ് എഡിഷനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ ഡിക്ഷണറിയാണ്. ഉപയോഗിക്കാൻ അത്ര എളുപ്പമാണ്. പിന്നെ കുറേയേറെ നമ്മളെ സംശയങ്ങളൊക്കെ തീർത്ത് തരാൻ പറ്റിയൊരു ഡിക്ഷണറി കൂടിയാണ് ഇത്. മറ്റുള്ള ഡിക്ഷണറി അപേക്ഷിച്ചിട്ട് അതിനുള്ള മെച്ചം ഇതൊക്കെയാണ്. ഞാനിതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളോട് പറയാം. ഇപ്പോൾ ഒരു ഹോം എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഹോം എന്നുള്ള വാക്കുമായി ബന്ധപ്പെട്ടിട്ട് കുറേയേറെ വാക്കുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒക്കെ വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു ഇതുപോലെ ചെറിയ ടിപ്പുകൾ ഇതിനകത്തുണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗോ ടു ഹോം എന്ന് പറയരുത്, ഗോ ഹോം എന്നേ പറയാവൂ. ഹോംവർക്ക് ഈ വാക്ക് ബഹുവചനത്തിൽ ഉപയോഗിക്കരുത്, അതിനാൽ ഹോംവർക്ക്സ് എന്ന് പറയരുതെന്ന് ഓർക്കുക. അതുപോലെ ഡു യുവർ ഹോംവർക്ക് എന്നാണ് പറയുന്നത്, മേക്ക് യുവർ ഹോംവർക്ക് എന്ന് പറയരുത്. അതുപോലെ മിക്കവാറും എല്ലാ വാക്കുകൾക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇപ്പം മെയ്ഡ് നമുക്കറിയാം, ഉണ്ടാക്കിയാൽ മേക്കിൻ്റെ പാസ്റ്റ്. ഇതിലിപ്പം മെയ്ഡിനൊരു വേറൊരു വിശദീകരണം കൊടുത്തിരിക്കുന്നു. മെയ്ഡ് ഫ്രം, മെയ്ഡ് ഓഫ്. ഒരു വസ്തു ഉപയോഗിച്ച് മറ്റൊരു വസ്തു ഉണ്ടാക്കിയാൽ പുതുതായി ഉണ്ടാക്കിയ വസ്തുവിൽ അതിനുവേണ്ടി ഉപയോഗിച്ച വസ്തുവിനെ കാണുന്നുണ്ടെങ്കിൽ മെയ്ഡ് ഓഫ് എന്ന് ഉപയോഗിക്കുക. എ ടേബിൾ ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ് വുഡ്. മേശ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മരം മേശയിൽ കാണുമല്ലോ. ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ മെയ്ഡ് ഫ്രം എന്ന് ഉപയോഗിക്കുക. ഐ വാണ്ട് സം ജ്യൂസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്. മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന ജ്യൂസിൽ മുന്തിരി കാണില്ലല്ലോ, മനസ്സിലായി? ഇങ്ങനെ നമുക്കുണ്ടാകാവുന്ന, ഇംഗ്ലീഷിലുണ്ടാകുന്ന കുറേയേറെ സംശയങ്ങൾ പരിഹരിച്ച് പോകാൻ പറ്റിയൊരു ഡിക്ഷണറിയാണ് അബൂട്ടീൻ്റെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി. അപ്പം എന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ വളരെയേറെ സഹായിച്ചിട്ടുള്ള കുറേയേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അബൂട്ടി. 30ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏകദേശം എല്ലാം എൻ്റെ കളക്ഷനിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയും എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. എനിക്കൊരു ബുക്ക് ഷോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ ഞാൻ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ ആദ്യം കടയിൽ നിന്ന് തന്നെ വായിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന സാധനമാണ് ഈ ഡിക്ഷണറി. ഇതിപ്പോൾ കടയിൽ ഒരു 500 എണ്ണെങ്കിലും സ്റ്റോക്ക് ഉണ്ട്. കാരണം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന സാധനമാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഡിക്ഷണറിയാണ്. ഒരു 500 എണ്ണെങ്കിലും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കടയിൽ. 500 രൂപയാണ് ഇതിൻ്റെ വില. ഇപ്പോൾ 20% ഡിസ്കൗണ്ടിൽ 400 രൂപയ്ക്ക് കിട്ടും. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമും ഷോപ്പിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ ലിങ്ക് കൊടുക്കാം, വാങ്ങിക്കാനുള്ള ലിങ്ക് കൊടുക്കാം. പിന്നെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് സൗകര്യം ഉണ്ടാക്കാം. ആഴ്ചയിൽ ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ വെച്ച് അടച്ചാൽ ഡിക്ഷണറി നിങ്ങൾക്ക് ആദ്യം കിട്ടും. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇത് ഒരു 500 എണ്ണത്തിനടുത്ത് സ്റ്റോക്ക് ഉണ്ട് കടയിൽ. ഇപ്പോൾ ഇതിൻ്റെ പുതിയ എഡിഷൻ വരാൻ പോകാമെന്ന് കേൾക്കുന്നു. അപ്പോൾ 800 രൂപേൻ്റെ മുകളിലായിരിക്കും പുതിയ എഡിഷൻ്റെ വില. ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ നന്നായിരിക്കും.
ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ പഴയതുപോലെ തന്നെ ഡെയിലി ഒരു 10 മിനിറ്റിൻ്റെ ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട്